ഹലോ ഹലോ. ഗൗരവത്തിൽ ആശാന്റെ ഇരിപ്പ്. ഗൗരവത്തിന് അന്തസ്സിന് എന്താടാ കുറവ്? പെങ്ങള് സമ്പാദിച്ചുകൊണ്ട് കൊടുക്കല്ലേ? എടാ അലക്സേ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടാ. സുന്ദരിയായ പെങ്ങന്മാരുണ്ടാകാൻ ഭാഗ്യം വേണം. അതും പോരാ, അവളെയൊക്കെ പണക്കാര് പിള്ളേർക്ക് കൂട്ടിക്കൊടുക്കാനുള്ള തൊലിക്കട്ടിയും വേണം. അമ്മയും മോശമില്ലടാ, അവരും കൂടി അറിഞ്ഞുകൊണ്ടാ പരിപാടി. സ്വപ്ന, നിന്റെ ചേട്ടൻ ക്യാൻറ്റീനിൽ വെച്ച് ലാലുവുമായി അടികൂടി. എന്റെ കൺമുമ്പിൽ വെച്ച് അവൾ പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നല്ലോ. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവളെ നമുക്ക് വിധിച്ചിട്ടില്ല. ദൈവം വിളിച്ചപ്പോ അവള് പോയി. ദൈവം വിളിച്ചിട്ടല്ല അവൾ പോയത്. അവനെ ഞാൻ... സുരേഷ്, പ്രതികാരം ഒരു കാര്യത്തിനും പരിഹാരമാവുന്നില്ല. നീ ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം.
അതിന് ഞാൻ മരിക്കണം. നോക്കു മോനെ, ഈ അമ്മയാണ് നിന്നോട് പറയുന്നത്. ഞാൻ വേണ്ടത്ര സഹിച്ചു. ഇനി എനിക്ക് വയ്യടാ മോനെ. നീ മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക്. നിനക്കൊന്നും സംഭവിക്കുന്നത് കാണാതെ അമ്മയ്ക്ക് കണ്ണടയ്ക്കണം. നീ എനിക്ക് വാക്കുതാ. അമ്മേ, നീ എന്തെങ്കിലും അപകടത്തിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ അതിനു മുമ്പ് അമ്മ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. അമ്മേ, എനിക്ക് വാക്കുതാ. അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലേ? നീ അല്ലാതെ എനിക്ക് ആരുണ്ടടാ മോനെ വിശ്വസിക്കാൻ? അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം. മതി, ചെല്ല്, പോയി വല്ലതും കഴിക്കേ. മോളെ, നിങ്ങൾ എന്റെ മകനെ രക്ഷിക്കണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഐ ആം റെഡി ടു ത്രോ എനി എമൗണ്ട്. മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറക്കരുത്. ദിസ് ഈസ് ദി ഓഫീസ് ഓഫ് കൃഷ്ണമാചാരി ബാറട്ട്ല. ഡോണ്ട് ബി എക്സൈറ്റഡ്. സാർ, എനിക്ക് ഭയമാകുന്നു. റിയലി ഐ ആം അഫ്രൈഡ്. മിസ്റ്റർ രാജശേഖരൻ, യു ആർ ഇൻസൾട്ടിംഗ് മൈ കരിയർ. നോ നോ നോ. എന്നെ കേസ് ഏൽപ്പിച്ചില്ലേ? നൗ യു ക്യാൻ ഫോർഗെറ്റ് ഇറ്റ്. ഇതാ 20,000 രൂപയുണ്ട്. തൽക്കാലം ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വക്കീലിന്റെ മിടുക്കുകൊണ്ട് ഏതായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. മേലാൽ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? വക്കീൽ. ഹലോ വക്കീൽ സാർ, നിങ്ങൾ എന്റെ മകന്റെ ജീവൻ കൊലമരത്തിൽ നിന്ന് രക്ഷിച്ചു. യു സേവ്ഡ് മൈ ഫേസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നോട്ട് അറ്റ് ഓൾ മിസ്റ്റർ രാജശേഖരൻ. ഞാൻ എന്റെ കടമ ചെയ്തു. എന്റെ തൊഴിലിന്റെ അന്തസ് എന്റെ ജയത്തിലാണ്. ഐ വോണ്ട് ഫെയിൽ ഇൻ മൈ കേസ്. അതാണ് കൃഷ്ണമാചാരി ബാറട്ട്ല. നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് മാത്രമേ ഈ കേസ് ജയിക്കാൻ പറ്റൂ. ഹലോ, ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ഐ എം സോറി സുരേഷ്. മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ സുരേഷ് ഞങ്ങളോട് വൈരാഗ്യം കാട്ടരുത്. ബി ഫ്രണ്ട്സ്. ഇത് വാങ്ങൂ. സുരേഷിന്റെ നഷ്ടത്തിന് പകരമല്ല, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. എനിക്ക് മനസ്സമാധാനം വിലയ്ക്ക് വാങ്ങണമെന്നില്ല. വേണമെങ്കിൽ ഞാനത് നേടിയെടുക്കും. സുരേഷ്, നിങ്ങളുടെ മകനെ വെറുതെ വിട്ടത് കോടതിയാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ കോടതി അവനെ വെറുതെ വിടില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. മോനെ, കാലത്തിന് മാറ്റാനാവാത്ത ഒരു ദുഃഖവുമില്ല. അച്ഛനും അമ്മയും നിന്റെ വരവും കാത്തിരിക്കുന്നുണ്ടാവും. അമ്മേ, എന്റെ ദുഃഖം. നിന്റെ ദുഃഖം മനസ്സിലാകാതല്ല മോനെ അമ്മ പറയുന്നത്. എന്റെ മോള് നഷ്ടപ്പെട്ട അന്നു മുതൽ ഈ അമ്മ ജീവിക്കുന്നത് മരവിച്ച മനസ്സുമായാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാണ്. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടു വേണം ഈ അമ്മയ്ക്ക് ആശ്വസിക്കാൻ. നിങ്ങളും കൂടി ഇങ്ങനെ ആയാൽ എനിക്ക് താങ്ങാനുള്ള കരുത്തില്ല മക്കളെ. ശ്യാം, നീ സിംഗപ്പൂര് പോയി ബിസിനസ്സുമായി ഇടപെടുമ്പോൾ മനസ്സിന്റെ ഭാരമെല്ലാം കുറയും. ക്രമേണ എല്ലാം ശരിയാകും. അപ്പോൾ നിന്റെ മനസ്സിന്റെ ഭാരമോ?